കല്യാണം കഴിച്ചാണോ? അറബേക്കാവിന്റെ ആണല്ലേ? എന്നാലും പോയി സഞ്ജു സാംസൺ എത്ര മില്യൺ ഓടിച്ചില്ലേ? ഈ എംപ്ലോയ്മെന്റ് ജീവിതം എങ്ങനെ പോകും? രണ്ടൊക്കെ രണ്ട് ആയാലും ഒരു കുട്ടി രണ്ട് സീല് എന്റെ കുട്ടി രണ്ട് ആയാല് ഇജ് രണ്ട് ബിയില് ഇജ് രണ്ട് സീല്. ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എന്താണ്? ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു പെണ്ണ്. അപ്പൊ ഞങ്ങള് ഗ്രാൻഡ് ഇഫ്താറ് നമ്മളെ ഒരു കിട്ടിയ പ്രോപ്പർട്ടി എടുക്കാനേ ജിമ്മിനെ പോലത്തെ ഒരാളും വീഡിയോ എടുക്കാൻ കെൻസിനെ പോലത്തെ ഒരാളും. അതെ, അടുത്തല്ല സ്പെഷ്യല് ഗ്രിൽഡ് അൽഫാം, നെയ്ച്ചോറ്, ചിക്കൻ കറി. നമ്മളെ പരിപാടി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണേ. വലിച്ചപ്പോ ഒന്നായിട്ട് കൊടുക്ക അവിടുന്ന്. വലിച്ചപ്പിന്റെ വില എനിക്ക് അറിയുണ്ടാവില്ലേ? മിന്റ് ചായ ഒക്കെ കുടിക്കാന്നുണ്ടെങ്കിൽ മിന്റാട്ടനെ പരിപാടിക്ക് കുറവ് വേണം. മരത്തെ മരം എത്ര ഉണ്ടാവില്ല. ഇവിടെ തുടങ്ങുകയാണ് ഗായ്സ്. അപ്പൊ ഇഫ്താറിന്റെ തെറ്റപ്പ പ്രത്യേകത ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കാം. ഒന്നും എന്താ എടുക്കാനേ ജിമ്മിനെ പോലത്തെ ഒരാളും വീഡിയോ എടുക്കാൻ കെൻസിനെ പോലത്തെ ഒരാളും. അതെ, അടുത്തല്ല അപ്പൊ അൽഫാമിനുള്ള ഗ്രില്ലിയുള്ള ചിക്കനുള്ള മസാലകള്. സ്പെഷ്യല് ഗ്രിൽഡ് അൽഫാം, നെയ്ച്ചോറ്, ചിക്കൻ കറി, പിന്നെ കട്ട് ഫ്രൂട്ട്സ്. അങ്ങനത്തെ ഒന്നും പറയാല്ല. ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എന്താണ്? ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു പെണ്ണ്. അതുപോലെ മനസ്സിലാക്കി താല്പര്യല്ല. ഇത് പറയണം. നടക്കുമ്പോ വന്നിക്ക എന്നിട്ട് ലൈറ്റർ ഉണ്ട് ചോദിച്ചു. അല്ല, വിജയന് ദൃശ്യന്റെ അഭിപ്രായം ഞാൻ വിജയനെ കുറ്റം പറയാം. വിജയനെ കുറ്റം പറയാൻ പറ്റുമോ? വിജയനെ കുറ്റം പറയാൻ പറ്റുമോ? വിജയനെ കുറ്റം പറയാൻ പറ്റുമോ? പറയാ ഒരു മനുഷ്യനാണ്. എങ്ങനെ വിജയ് നമ്മൾ കുറ്റം പറയാം? തൃശ്ശൂരൊക്കെ അങ്ങനെ തൃശ്ശൂരൊക്കെ ആരെയും വിജയനെ കുറ്റം പറയാം. അതല്ല വിജയ്ക്ക് അതെ, പക്ഷെ തൃശ്ശ അപ്പൊ ആർക്ക ലാഭം? ഇത്തിരി പൈസ ഇത്തിരി ആസ്തി ഓനക്ക് പോകാൻ ആഗ്രഹം നടക്കട്ടെ. അല്ല പിന്നെ അല്ല എന്നിട്ട് ഓന് 250 ഓൾക്ക് കൊടുക്ക. ഓള് ഓക്കെയാണ്. അപ്പൊ ഓൾക്ക് പ്രശ്നമല്ല. പിന്നെ പിന്നെ പ്രശ്നം ആർക്കാണ്? ഫാൻസിന്, പണത്തിനാണ് പ്രശ്നം. നമുക്ക് സന്തോഷമേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അന്ന ഫുൾ പണി. എന്തായാലും ഫുഡ് പറയാനില്ല, ഫുഡ് പറയാൻ നമ്മളെ പോയത്. നമ്മളിന്നത്തെ ഫുഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രിൽഡ് അൽഫാം, അതേപോലെ തന്നെ നെയ്ച്ചോറ്, മെയിൻ കോഴ്സ് വരുന്ന നെയ്ച്ചോറും ചിക്കൻ കറി. പിന്നെ സ്നാക്സില് നമ്മൾ തിരിച്ചു വരാം. വന്നിട്ടില്ലടാ, സാറ് വരുന്നു. സാർ എന്താണ് പറയാനുള്ളത്? സാർ എന്താണ് പറയാനുള്ളത്? സാർ ആദ്യ പരിപാടിക്ക് നേരത്തെ എത്തുന്ന കേട്ടോ. അതെ, ചരിത്രത്തിൽ ആദ്യമായി. കഴിഞ്ഞ നോമ്പുകാർക്ക് സാർ എന്താ ചെയ്താ പറയാ? 220 ഇഫ്താറുണ്ടായി. അപ്പൊ ഞാൻ ഷായ്മ എജ്ജാണ് വരേണ്ടത്. നമ്മളെ കാരണം കാശ്മീർ നമ്മളൊപ്പം പോയതല്ലേ വിളിച്ച്. എന്നിട്ട് കൊല്ലത്തുള്ള അശ്വിന് ഓൻ രാത്രി 3 മണിക്ക് ട്രെയിൻ കയറിയിട്ട് വൈകുന്നേരം 3 പറ്റി ഏറ്റവും അടുത്തുള്ള ബാങ്ക് കൊടുത്ത് അരണിക്കൂർ സംഭവമല്ല. അന്ന് നേരം വൈകുന്നാലോ പ്രോപ്പർട്ടിന്റെ റിവ്യൂ കാണിച്ചാൽ നമ്മള് കിടിലം പ്രോപ്പർട്ടി. സീനപ്പുറത്ത് പുഴയാണ്.
നായ്ക്കളെ കണ്ടാലിന് നമ്മളെ ജാങ്കോ സാർ വെൽക്കം ടു അവർ ഇഫ്താർ. പിന്നെ അൺഎംപ്ലോയ്മെന്റ് എല്ലാം അവിടെ നിൽക്കട്ടോ അവിടെ നമ്മളെ കൂട്ടത്തിൽ രണ്ട് ജോലിക്കാരാണ് പറഞ്ഞത് ഫ്ലൈബില്. ജാങ്കോ എങ്ങനെ ഇഫ്താർ എങ്ങനെ പോകണം ഈ എംപ്ലോയ്മെന്റ് ജീവിതം എങ്ങനെ പോകണം? റമദാനിലെ ജോലി എങ്ങനെ പോകണം? എത്ര നോമ്പ് കിട്ടി? ഉത്തരവാദിത്തമുള്ളവരായി മാറി. അൽഹംദുലില്ലാ എത്ര നോമ്പ് കിട്ടി? അതാണ് ചോദ്യം. ഞാൻ ഇന്നലെ അൽത്താഫ് പോയിട്ട് അതിനാണ് എന്ന് ജാങ്കോ മന്തി ചവായ മന്തി പൈസ കൊടുക്ക നോമ്പ് 800 പോലീസ് കിട്ടും. അതിന് എത്ര പോകും? അതാണ് മാസാവസാനം സാലറി കൊടുക്കുമ്പോ സാറേ പിന്നെ മന്തി തമ്മിൽ കുറച്ച് പൈസ കുറക്കണ്ടേ ഒരു 500 രൂപ ഇങ്ങോട്ടുണ്ടാവും അറിയാം ലാസ്റ്റ്. നമുക്ക് നമ്മളെ ഷെഫിന്റെ അടുത്തേക്ക് പോവുകയാണ്. ആക്സിഡന്റ് ആയി സീരിയസ് ആണ്. ആംബുലൻസ് ഇട്ടാലേ വരുള്ളൂ പറഞ്ഞേ. കൊണ്ടുവരാൻ പോകാറുണ്ട്. പിന്നെ സൈമേ അവിടെ എന്താ നടക്കണമെങ്കിൽ അറിയോ? ഞെട്ടും. ഗൈസ് അപ്പൊ നമ്മള് ഷെഫിന്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നു. മൈക്ക് അവിടെ പൊട്ടാ. ഷെഫിന്റെ കട്ടികൾ നമ്മൾ എടുക്കണം. ഇത് കട്ടിയാൽ ഫുള്ള് ഇട്ടോ ഫുള്ള് അതന്നെ പ്ലെയിൻസ് ആണ് കേട്ടോ. ഷെഫ് രണ്ട് ജോലിക്കാർ അടുത്ത രണ്ട് ജോലിക്കാർ ഫ്രെയിമിലേക്ക് എന്താണ് ജോലിക്കാരായതിലെ പറയാനുള്ളത്? ജോലിക്കാരും അങ്ങനെ ഇഫ്താറുണ്ട്. അല്ല ജോലി എടുക്ക പണി എടുക്ക. നമ്മളിങ്ങനെ കളിച്ച് തിരിച്ചടക്കണ പ്രായമൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ കേക്കണ്ടേ? നമുക്ക് ശരിക്കുള്ള ജീവിതം സ്റ്റാർട്ട് ടെൻഷൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വീഡിയോ കണ്ടു പറയല്ലോ ഉള്ളിന്ന് കണ്ണുകളിൽ കാണാൻ വെളിച്ചം. നമ്മളൊക്കെ എങ്ങനെ ജീവിച്ചു നിങ്ങൾക്ക് അറിയാം. വൈവാഹിക ജീവിതത്തെ കുറിച്ചുള്ള ആലോചന എനിക്ക് ഇപ്പൊ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. എന്താണ് ഭാവി ജീവിതം, ഭാവി ബന്ധുവിനെ കുറിച്ചൊക്കെ എത്ര എണ്ണം കിട്ടി? ഫുള്ള് കിട്ടിയാണ്. അൽഹംദുലില്ലാ. തറാവി എത്ര കിട്ടി? തറാവി 2.5 മിസ്സായി. ചരിത്രത്തിൽ ഏറ്റവും ഫുള്ള് തറാവി. തറാവി സുന്നത്താണ്. എത്ര കലാക്കി റമദാൻ? തറാവി 6 ഒന്നിന് കിട്ടിയോ? അല്ല ഒന്നും കിട്ടില്ല. എത്ര കിട്ടി? 3 പോയി. 3 കിട്ടി പറയും. അനക്ക് 2 വയ്ക്കണേ. കൊല്ലത്തിൽ വായിച്ചൊക്കെ ഒന്നും തറാവി ഇല്ല ഗൈസ്. അപ്പൊ തറാവിന്റെ കാര്യത്തിൽ കൊല്ലത്തില് ഒരു വട്ടം വരുന്ന സാധനമാണ് തറാവി. അതുകൂടി നിസ്കരിച്ചാൽ പൊയ്ക്കോളി. അപ്പൊ എന്നും പേരുടെ ഫർള് പിന്നെ അടുത്ത മാസം വീട്ടിൽ കാര്യമുണ്ടോ? നിസ്കരിച്ചാലേ 60,000 മാസം 60 എത്ര മാസം ഇപ്പൊ അസറ് സ്കെച്ച് ഇതിന്റെ കൂടെ പണിയുണ്ട്. 70,000 റക്കാത്തിന്റെ കൂലി കിട്ടും. അത് 70,000 അരിക്കണം കുറച്ചൊക്കെ ഇരട്ടി ഫലം ഞാൻ നേടും. ആദ്യം സുന്നത്ത് ചെയ്യണ ഒരാളെ പഠിച്ചവർക്ക് കൂടുതൽ അവിടെയാണ് ദാരിഷ്. അൽഹംദുലില്ലാ ഫുള്ളും പോയി അപ്പൊ അതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. പിന്നെ ഈ തളികയിലാണ് വേണ്ടത് ആഴ്ച ഔട്ട് ചെയ്ത്. തളികയില് പണ്ടേ പല്ല് എല്ലാരും നിലത്താണ് കിച്ചണിൽ ഇരിക്കുക. അപ്പൊ പേടിയുള്ള ഒരു ദിവസം ഡാൻസിന്റെ വട്ടം മൂലക്കായിരുന്നു ഈ ക്യാൻറ്റീനില്. ഡാൻസ് ബെല്ലച്ച ഒറ്റ പാച്ചില് ഇവിടെ ഉള്ള തളികാലൊക്കെ ചവിട്ടിയാൻ പോയി. സൊപ്പൊ ഇവിടെ എല്ലാ തളികയിലും ഓരോ കാൽപ്പാട്. അതാണ് ഡാൻസിന്റെ വണ്ടികൾ. ആ തളികൾ അതൊന്ന് ചോദിക്കാൻ മട്ടത്തിൽ കട അടിച്ചു. പിന്നെ വേറെ നിനക്ക് പറയാനുള്ളത്, ഇവിടെ പണി നടക്കണം, വെറും ബ്ലോഗ് ആവരുത്. ഇഷ്ടംപോലെ അല്ല പൈസ നമുക്ക് വിഷയമല്ലല്ലോ. ബില്ല് അഞ്ചൊക്കെ 900 ഉള്ളൂ. അടിയത്തെ നമ്പറാണ്. ആർസനലിനെ പറ്റി എന്താ പറയുക? കപ്പ് എടുക്കും. ടേബിൾ ടോപ്പേഴ്സ് സംസാരം
പിന്നെ നീ ഇടപെട്ട ഈ മൈക്ക് കഴിയുമ്പോ കണ്ടേക്കണ ഫുൾ സൗണ്ട് കേട്ടത് കുഴപ്പമില്ലല്ലോ. ഒന്ന് മൈക്ക് മൈക്ക് പിടിച്ചോ, വാങ്ങിയെന്നാലോ ഫ്രിഡ്ജ് ഉണ്ടല്ലോ. എന്താ വെച്ചാലേ ഇനിയിപ്പോ ഒറ്റ പോയി പോകുമ്പോ ഐസ് ക്യൂബ് വേണം, ഇത് വേണം, മറ്റേ പാത്രം ഇതാണിച്ചേ. ഇങ്ങനെ വലിയ ശാസ്ത്രം ഉണ്ടോ? അതിലാകുമ്പോ ഫ്രൂട്ട്സ് സലാഡ് സൂപ്പ് കുടിക്കാൻ പറ്റിയ ശാസ്ത്രമാണ്. കേട്ടോ പോയോ അവിടെ നോക്കുന്നത് നമ്മളവിടെ ആണെങ്കിലും വർക്കൗട്ട് മെയിനാണ്. ശരീരം ആരോഗ്യത്തിന്റെ രഹസ്യം അനസിന്റെ ചെരുപ്പണില്ല കേസ് ഇഷ്ടപ്പെട്ടു. ചെരുപ്പ് അനസാനക്കത്ത് പറയാല്ലേ പറയും. അസ്സലാമലൈക്കും. എവിടെയാണെങ്കിലും നമ്മൾ വർക്കൗട്ട് ചെയ്യുക, അത് നോമ്പുണ്ടെങ്കിലും എന്താണെങ്കിലും നമ്മുടെ ശരീരം നമ്മളെ തന്നെ നിലനിർത്താം. സലാഡൊക്കെ ഞാൻ നോക്കാൻ പറഞ്ഞേ. നമ്മളെ ജാസിയാരാ അവിടെ ഇവിടുന്ന് പാത്രം അവിടെ നമ്മള് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പറഞ്ഞ ആള് വീഡിയോ നെയ്ച്ചോറിലെ ഗൈസ് കാറിന്റെ ആണ്. കാറിന്റെ അപ്പൊ ഏതായാലും അനസന്റെ ഇവിടെ കട്ടിക്കൊണ്ടിരിക്കണ ഫുള്ള് ചട്ടിയല്ലേ? പ്രൊഫഷണൽ ആയിട്ടില്ല, എന്നാലും തുടങ്ങിയേക്കും നമ്മള് പരിപാടി. എന്നിട്ട് കൈവൊക്കെ ഉണ്ടപ്പോ എന്താ കാട്ടേണ്ട അറിയില്ല, ഇവിടെ കാട്ടേണ്ട പോലും അറിയില്ല. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലേ ഞങ്ങൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചു തരാ. ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാണ്. നമ്പർ എടുത്താലോ? നമ്പർ അടി കൊടുക്ക്, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും നമ്പർ. ഫസ്റ്റ് നിങ്ങൾ കട്ട് ചെയ്യുന്നത് ഉള്ളി കേട്ടോ. ആ കാനസിനെ അരച്ച് പഠിപ്പിച്ചേണ്ട ആവശ്യമില്ല. തക്കാളി ഹെൽമെറ്റ് എടുത്തോ, ഹെൽമെറ്റ് എടുക്കും കരയാതെ. ഹെൽമെറ്റ് ആരുതല്ലേ ഇജ്ജ് ഇങ്ങനെ കെട്ടിയാ പോയി കേട്ടോ. അപ്പൊ ഞാൻ കരഞ്ഞാലോ നോമ്പ് തുറക്കാനേ എത്തുള്ളൂ. കുണ്ടില്ല സൂപ്പിന്റെ പാത്രം. പിന്നെ എന്ത് പാത്രം കൊണ്ടുവരാ പോണ്? ചില്ലിൻ്റെതോ പെരിയുണ്ടോ? എന്റെ പേര് ഉണ്ടായിനടാ സൂപ്പിന്റെ പാത്രം, ബൗളാള്. അല്ലെങ്കിൽ ഇടക്കിടക്ക് ഇന്റെ അടുത്തേക്ക് വരുന്നുണ്ട്, ഞാൻ മാത്രമേ പണിയെടുക്കുള്ളൂ. അതാണ് പണിക്കാരൻ ശരിയായ പണിക്കാരൻ. മെയിൻ ഭണ്ടാരം അവിടെ ഉണ്ട്. ചിക്കൻ ഇവിടെ ഉണ്ട്. ചിക്കൻ കാട്ടിത്തരാം. ഞങ്ങളെ ചിക്കൻ അൽഫാമാക്കുള്ള ചിക്കൻ. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഈത്തപ്പയ വണ്ടി പരിപ്പ് മുന്തിരി. വീഡിയോഗ്രാഫർ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇല്ലല്ല, വ്ളോഗും ഫസ്റ്റ് വരും, വീഡിയോ ഫസ്റ്റ് വരും. സാധനം വാങ്ങാൻ പോവുകയാണ്. ഐസ് ക്യൂബ്, ഐസ്ക്രീം, പിന്നെന്താ മാഷിനാരാ മാഷിന്റെ വണ്ടി. മാഷിന്റെ കോഴി ഫാമിലി കോഴികളൊക്കെ ചത്തു പോകും. ഞങ്ങൾ എന്താ വെച്ചാല് ഞങ്ങൾ എടുക്കുക, നമുക്ക് എന്തായാലും റിസോർട്ട് എടുത്താൽ മതി. ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ എടുക്കാം. ആട് ഗ്രില്ല് എന്താണ് പറയാ, ആടിന് എന്താ പറയാ, മട്ടൻ. സോറി മട്ടൻ വേണമെങ്കിൽ മട്ടൻ കിട്ടും. അത് കിട്ടിയില്ലേ മെസ്സി വോട്ട് 5 അല്ലേ? ഇന്ത്യ ഇംഗ്ലണ്ട് വേഴ്സസ് സെമി ഫൈനൽ മത്സരം. എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് ക്യാപ്റ്റൻസി വളരെ മോശം. അതെ, നല്ല രീതിയിൽ കൊടുക്കാണ്ട് ആ സാധനം കിട്ടാൻ എനിക്ക് ഭയങ്കര. കാരണം ബുംറ ലാസ്റ്റ് ഓവർ കൊണ്ട് ലാസ്റ്റ് ഓവർ ശിവന്തുബൈക്ക് ലാസ്റ്റ് ഓവർ ശിവന്തുബൈക്ക് കൊടുത്തൊക്കെ അടിപൊളിയായി. പക്ഷെ മിഡിൽ ഓവറിൽ വരുൺ ചക്രവർത്തിന് ഒരു വട്ടം കൊടുന്നു. വരുൺ ചക്രവർത്തിക്ക് അടി കിട്ടി. പിന്നെ പക്ഷെ ഒരു വിക്കറ്റ് എടുത്തു, ശരിയാണ്.
പക്ഷെ പിന്നെ ഓനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം എന്തായാലും ആ ഒരു പവർ പ്ലേ കഴിഞ്ഞിക്കണു. പിന്നെ ലാസ്റ്റ് ബൗണ്ടറി ലൈനിലൊക്കെ 5 പ്ലേയേഴ്സിനെ വെക്കാം. എവിടെ നോക്കുമ്പോൾ ഫീൽഡേഴ്സ് ഇല്ല. ഇവര് സിമ്പിൾ ആയിട്ട് 4 അടിക്കണതൊക്കെ എവിടെ ഫീൽഡേഴ്സ് ഇല്ല. ഏറ്റവും കൂടുതൽ ഇന്നലെ സഞ്ജു സാംസൺ എത്ര മില്ല ഓടിച്ചു ഇന്നലെ സഞ്ജു സാംസൺ എത്ര മില്ല ഓടിച്ച് 101 എങ്ങനെ എടുത്തൊക്കെ അറിയണേ? അല്ലാതെ സ്റ്റോറി കണ്ടു. ഞാനത് മലപ്പുറക്കാരിയല്ല മലപ്പുറക്കാരല്ലേ ഇന്ന് നമ്മൾ രക്ഷിക്കുന്നത് മൊട്ടക്കാക്ക ഇഫ്താർ ഫുൾ മൊട്ടക്കാക്ക പ്രോപ്പർട്ടി സെയിം പ്രോപ്പർട്ടി ഞങ്ങള് അല്ല പിന്നെ ഗൈസ് പ്രോപ്പർട്ടിന്റെ വീഡിയോ കാണിച്ചാൽ അത് അവിടെ മുകളിൽ എത്തട്ടെ. എന്നിട്ട് അത് നമ്മള് ഫുൾ ഇപ്പൊ കിച്ചണിലാണ്ടി വരും. ഇവിടെ വർക്കൗട്ടിങ് മെഷീൻ ഒക്കെ നമ്മുടെ ഡെഡിക്കേറ്റഡ് പണിക്കാരുണ്ട് ഗൈസ്. നമ്മൾ വന്നപ്പോ ആ ഉള്ളി എടുക്കണ തന്നെ ഉള്ളിക്ക് പോയി തൊലിച്ചു കഴിഞ്ഞു. എല്ലാരത്താരം നിന്നിൽ തേവാരം നോൽക്കുന്നേ നിന്നിൽ തേവാരം നോൽക്കുന്നേ മൊട്ടക്കാക്ക സുപ്രഭസി ആ വേണം. ചിക്കൻ കറിക്ക് നെയ്ച്ചോർക്കൊക്കെ വേണം. എങ്ങനെയൊക്കെ ആയിട്ടേ എന്തേലൊക്കെ കാണിക്ക്. അല്ല അതൊക്കെ മെച്ചേരുണ്ടാക്കുമ്പോ ഈ 2 ഉള്ളിലെ അത് 3 ഉള്ളി കറിക്ക് ഈ 3 ഉള്ളി കറിക്ക് ഇത് രണ്ടും വലുതാക്കി അരിയാല് ഇത് 2 ചെറുതാക്കി അരി ഇതൊക്കെ കറി പോരെ. നമ്മളെ വ്ളോഗിലേക്ക് പുതിയ 2 ഗസ്റ്റുകൾ എത്തിയിട്ടുണ്ട്. എന്താണ് പേര്? ദിയാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് മുസ്തഫ സോലി. പേരെവിടെ എവിടെ എവിടെ പേരെവിടെ? വെള്ളപ്പേര. ആ ഇവിടെ ഒന്ന് സ്ഥലമുണ്ടോ? അതെന്റെ വീട്. അതെനിക്ക് മനസ്സിലായി. ആ പുളിമരത്തിന്റെ അപ്പുറത്ത് അല്ലേ? ആ അതല്ല ഇവിടെ ഒന്നും ഇഫ്താർ ഉണ്ടാവുണ്ടോ? ഇവിടെ ഒന്നും ഇഫ്താർ ഉണ്ടാവുണ്ടോ? ഇഫ്താർ നോമ്പർ ഉണ്ടാവുന്നുണ്ടോ ഇവിടെ? ബംഗാളികൾ ഇവിടെ ഓർക്കാൻ വരില്ലേ? ചില മലയാളികൾ ഉണ്ടാവുള്ളൂ ഇവിടെ. ബാക്കി ഫുള്ള് ബംഗാളികളാണ് ഗൈസ്. ഞങ്ങള് മുമ്പി ഇമ്മച്ചിനോട് പോയി പണി നോക്കാൻ പറയാം. മുത്തേവൻ പറയും ഇമ്മച്ചി ഇത്തറിയതരുന്നു ഇഫ്താറിനോട് കൂടാതെ. ഇമ്മച്ചിനോട് പറയാം ഇവിടെ കൊറേ കാക്കുമാര് വന്നിക്കണു വ്ളോഗൊക്കെ എടുക്കുന്നുണ്ട്. വന്ന് കേട്ടോ ചോദിച്ചു പോയിട്ട് എന്നിട്ട് ഇവിടെ വന്നോളൂ. നിങ്ങൾ അനാശാന കണ്ടിക്കണോ? പൊട്ടന്മാരെ അനാശാണ്ട് പറയുന്നത് ഓലൊക്കെ വരുന്നുള്ളൂ. ഞങ്ങള് നിങ്ങൾക്ക് ഓല അറിയില്ല ഞങ്ങള് പറയുന്നേ. ഇവിടുത്തെ ഓരെന്താ ഓനാന കണ്ടിക്കണോ? കണ്ടിക്കണു. ഇന്നിവിടെ അനാശാണ് വരുന്നത് മക്കളെ സത്യം. അപ്പൊ നിങ്ങൾ അനാശാന കാണണോ? കാണണോ? കണ്ട അനാശാന കാണണ്ടത്ര കൈസപ്പിന്. അന്റെ അനാശാന്റെ ഫാൻസൊക്കെ കാണാൻ പൊതി കേട്ടോ. എമ്മച്ചാരൊക്കെ അറിയോ? എമ്മച്ചാറില്ല നിങ്ങക്ക് പാട്ടറിയില്ല. ഇപ്പൊ 2 ആ മരം വിളിക്കാം. ചാവിക പറഞ്ഞത് നല്ലാണ് മലബാരി ബാങ്ക്. ആ പാട്ടറിയില്ല? അറിയില്ലേ? ആ പാണ്ടിക്കാട് മത്സരത്തിന് എമ്മച്ചാർ വന്നു. ഇവന്റെ പാട്ടുണ്ടായില്ല അവിടെ. നിങ്ങളൊരു പാട്ടാടി കാണി. ഏതൊരു പാട്ട്? 2 പേര് ചൂത്ത എനക്കറിയാം. ഒരു മൂളൽ പാട്ടിടൂല. ഇതിലൊക്കെ വരും പാട്ടാരന്മാരാടാ. ഇതൊക്കെ അനാൻസാനപ്പം നടന്ന വലിയ പാട്ടാരന്മാരേക്കാണ്. അതെ യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ ഉണ്ടടാ. ഇല്ല മാറ്റേ ഇങ്ങോട്ട് ഒരു തോന്നു കിട്ടുന്ന ക്യാമറമാനെ മനസ്സിലായി. ഞങ്ങളെ ക്യാമറ പൊന്നെ കാണുന്നുണ്ടോ? ഞങ്ങളെ ക്യാമറമാരൊക്കെ പോയി ഗൈസ്. ഞങ്ങൾ പുറത്തുനിന്ന് ആളിറക്കി കാണും. മച്ചന്മാര് ക്യാമറ എടുത്ത് ഇറക്കി. അപ്പൊ മസാല കൂട്ടുകയാണ് ചിക്കൻ അൽഫാമ് ഗൈസ്. അപ്പൊ തൽക്കാലം നമ്മളെല്ലാരും പണിയെടുക്കുന്നുണ്ട്. നമ്മളെ ക്യാമറമാൻ മുറിപ്പാടുകളെ കടപ്പാടുകളെ മനക്കോട്ടകളെ സന്തോഷത്തോടെ നേരാ നിൽക്കാതെ വായും നേരാ
ഓലൊക്കെ കാട്ടി കൊടുക്ക്, ഓലൊക്കെ കാട്ടി കൊടുക്കും. വ്ളോഗിന്റെ പേരോ? വ്ളോഗിന്റെ പേര് വ്ളോഗ് ഇട്ടിട്ട് പറയണ്ട്. എന്താ വ്ളോഗിന്റെ പേരെന്താ? സംബന്ധാരോ ഷമ്മാസ് വ്ളോഗ്. 2 വ്ളോഗർമാരുണ്ട് ഞങ്ങള്. അപ്പൊ 2 കൊള്ളാബ് വെച്ചിട്ടോ എങ്ങനെ ഇടണമെന്ന് തീരുമാനിച്ചില്ല. നിങ്ങൾക്ക് എന്തായാലും വ്ളോഗ് അയച്ചു പോലെ വ്ളോഗ് അയച്ചുതരും. നിങ്ങള് നമ്പർ ഇവിടെ കൊടുത്തു പോയാൽ മതി. ഞങ്ങളെ PR വരും കുറച്ച് കഴിഞ്ഞിട്ട്. ഞങ്ങള് മാനേജർ ജാബിന്റെ എന്താ പേര്? ഇത് കുറച്ച് വലുതാക്കി എല്ലാവരും ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കാം. ഇവർക്ക് 2 ലൈനുണ്ട്. ഇവ 2 ആയാലും ഒരു കുട്ടി 2 സീല്. എന്റെ കുട്ടി 2 ആയാല് 2 ബിയില് ഇജ് 2 സീല്. ഓള് 2 ആയാല് ഓക്കറിയും. എന്റെ ഫ്രണ്ട്സേ പൂവുണ്ടാവും എവിടെയെങ്കിലും ആ പറിച്ചുകാണ്ടേ അത് ഞാൻ തരാണ്ട് പറഞ്ഞാണ്ട് ഓർക്കണ കൊടുക്കും. ഓക്കെ കൊടുക്കും. അപ്പോൾ വാങ്ങും. ആ വാങ്ങിയാണ്ട് വലിച്ചെറിയോ? പൂവ് കൊടുക്കുമ്പോൾ വലിച്ചെറിയാതെ ഞാനല്ല ഓള് കൊടുക്കണേ ആ കൊടുക്കണ എന്റെ ഫ്രണ്ടാണ്. ഇജ് കൊടുത്താണ് ഇപ്പൊ വാങ്ങിനു അല്ലേ? സാംസങ്. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. നമുക്ക് ഓളെ പറ സെറ്റ് ആക്കാം. ചേരാറുണ്ട് 2-ലല്ലേ? ഇതിപ്പോ അവന് ലൈൻ ഉണ്ട്. നടന്നോ തൂക്കിട്ട് നടന്നോ. ഓള് 2 സീലും ഇപ്പൊ 2 ബിയിലും. ബിയിലല്ല സി ഓര് 2 ആയാലും ഞാൻ 2 ആ അങ്ങനെ പേര് പറഞ്ഞോടക്കെ. ഇതോ ഈ വ്ളോഗോട് കൂടെ ഓരോ കല്യാണം സെറ്റ് ആവും. 2ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. 2 അല്ലല്ലേ? ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. കല്യാണം കഴിച്ചാണോ? ഇവന്റെ കല്യാണം കഴിഞ്ഞോ? ഇവന്റെ കുട്ടിയുണ്ട്. കുട്ടില്ല ഓന്നാണ് പറയാ. ഇപ്പൊ പറയാം ഓൻ കുട്ടിയുണ്ട്. കുട്ടിണ്ടല്ലോ ആ നീ ഇതെവിടെയാ പോ? ഓന്റെ ലവ് പറ. ആ സഫാണ് നമ്മളോട് പറയണ്ടായിട്ട്. പിന്നെ എന്ത് 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 എന്താ പറഞ്ഞേ? മോനെ ഇപ്പത്തെ പല്ല് ഇപ്പൊ ഒന്ന് നോക്കാം. ട്രൂ ലവ് മച്ചു. ഏതായാലും ഇവിടെ ഇഫ്താറുള്ള കാര്യമായിട്ടുള്ള പരിപാടികൾ തകൃതി നടക്കുന്നുണ്ട്. ലവ് സ്റ്റോറി അവിടെ ഓടുന്നുണ്ട്. മാത്രം ദാനിച്ച് കാര്യമായിട്ട് ചിക്കൻ കഴിച്ചേ തക്കാളി ആകുന്നു. ഇവിടെ കണ്ടോ മൊട്ടക്കാക്കാന്റെ വീഡിയോ നമ്മള് കറി ഇവിടെ ഓടുന്നു. ആ എണ്ണയിൽ നിന്ന് ഊറ്റിയെടുക്കാം. മറ്റേ ജഗതി ഉണ്ടാക്കിയ മാതിരി കോഴി ചാനല് മാറൂലേ? അനസ് ഇവിടെ കൊറേ നേരായിക്കണ് കൈസ് ഉള്ളിയും കൊണ്ട് കുത്തേക്കാൻ തുടങ്ങിയിട്ട്. അനസിന്റെ കല്യാണം കഴിഞ്ഞാണോ എന്നാ ചെക്കന്മാര് ചോദിച്ചാ ഞാൻ നോക്കിയ നേരം. നമ്മളെ അൽഹാനന്റെ ചെക്കൻ ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഹായ് പറ. ഹായ്. നോമ്പുണ്ടെങ്കിൽ കഴിഞ്ഞോ? കുട്ടികളുണ്ടോ? ഓനക്കുള്ളത് ജേട് പഠിച്ചനെ ഓർമ്മ സ്കൂളിലാ പരീക്ഷ ഉണ്ടായിനോ? തുടങ്ങിയില്ല. ഈ ആകുന്നറിയെങ്കിൽ ആകുന്നറിയോ? പറഞ്ഞില്ലേ ഇജ്ജെന്തായി? ഫുഡ് എന്തായി? അയ്യടാ അജ്ജ് ടെൻഷനാവില്ല. ഞങ്ങൾ ആ ടെൻഷൻ നോക്കാൻ എന്നോട് പറഞ്ഞേ വെക്കണ്ടാ. അത് തണുപ്പായിക്കോട്ടെ അല്ലെങ്കിൽ ക്യൂബ് പോവൂല.
ഡാൻഷേ തക്കോളി കരീജി എല്ലാതും അറിയണം കുഞ്ഞിപ്പോ കല്യാണൊക്കെ ആവണല്ലേ കുട്ടിയൊക്കെ പഠിച്ചണം പറയണേ അന്നലെ തേൽപ്പിച്ചേ നീ ആൽപ്പിയമേ കോളായാലും എന്തായാലും ഓണ്ടല്ലോ തിന്നാന് കോളാലോ മറ്റേ എന്റെ ആരോപിച്ചാ മിക്സ് ആയ പ്രശ്നമല്ലോ അയിമ മുട്ടിയൊക്കെ തന്നെ കൊയങ്ങിക്കോ ചേടാ കാണിച്ചേടാ ഒരു കാലം പൂക്കും കോഴിക്കോട് ഒരു ഫോട്ടോക്കാനോ ബീച്ചിലെ ഏത് വരും പച്ചപ്പാണ്ട് പണിയെടുക്കണ ഡാൻസ് മാത്രം ഡാൻസ് ഒറ്റക്ക് പണിയെടുക്കാളോ വേറെ ആരും എടുക്കാത്തത് ഒന്നിനും കഴിക്കൂല നമ്മളാണ് എല്ലാത്തിലും നമ്മളുണ്ടായ പരിപാടി നടക്കുള്ളൂ എന്ന് പറയണേ അനസേ ഉള്ളി വെട്ടിയ കോല നോക്കിച്ച് അതല്ല അങ്ങനെ ഇട്ടിയതാണ് ഇത് കോഴിക്കുള്ള കറിക്കുള്ള നമ്മളെ നെയ്ച്ചോറ് പണി നടന്നോണ്ടിരിക്കണേ അയലൊക്കെ ആൾക്കാർ നോക്കണുണ്ട് നെയ്ച്ചോറ് സെറ്റാവല്ലേ നെയ്ച്ചോറ് ഇട്ടോ ബാക്കിന്റെ വിളിച്ചിട്ടുണ്ട് വരണോ നെയ്ച്ചോറും കടായും അൽഫാമും എങ്ങണ്ട് ചിക്കൻ കടായി അറിയില്ലേ എവിടാ തണ്ടി എവിടെ കാണില്ലല്ലോ അതാ ഇത് അറിയണോല് കമന്റ് ചെയ്യാ ധാരാളം അറിയണോല് കമന്റ് ചെയ്യാ അവിടെ അത്രയും നല്ല രണ്ട് കുട്ടികള് ഒപ്പായി അല്ല എന്താ ഓൽക്ക് ആണുങ്ങൾ വേണ്ട ഇനി ഒന്നുകൂടി റിസ്കി ഷോട്ടുമായി ചമ്പാൻ ഒക്കെ സെറ്റാണ് കൽക്കരിയോ അനസ് എന്തേലും ഇടണ അനസിനൊരു പണിയില്ല എന്തേലും കാട്ടണേ ഒന്നിനും പറ്റില്ല പറയണ്ട ഞാൻ പിന്നല്ലാതെ മുത്തിങ്ങോട്ട് വരും തന്നിട്ട് ഇത്തെ കാട്ടിന് ബ്ലോഗ് എടുക്കുന്നുള്ളിൽ കേറിയേ ഞാൻ ഭയങ്കര പണിയില്ലേ അനസന്റെ പണിയില്ലാത്തവിടെ ആ മുന്തിരി കഴിക്കോ പറ ഇതിമ്മ കൊറേ നേരം സിദ്ധുപ്പ ചിക്കട്ട് പറയും ഓരോന്ന് കൊടുക്കും അത് കാരക്കട്ടോ അതിന് പോയി കിട്ടണെങ്കിൽ കുരു ഇനി അടുത്തിൽ ഇവിടുന്ന് നമുക്ക് ഈത്തപ്പ എടുക്കാം ഓന്തിച്ചാണ്ട് വ്ളോഗ് തുടക്കത്തിൽ ഭയങ്കര ഉസാറായി എടുത്തു. പിന്നെ എന്താ വെച്ചാലേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കാട്ടത് നോക്കാം. വ്ളോഗും ആദ്യമായിട്ടാണ് ഒക്കെ ആദ്യമായിട്ട്. അതുകൊണ്ട് ഒക്കെപ്പാടെ നടന്നില്ല, ഫുൾ പണികളിലായിരുന്നു. അതുകൊണ്ട് അത്രേ ഉണ്ടാക്കിനു. നമുക്ക് തോമ്പറക്കാണ് സമൂസ, കട്ട്ലേറ്റ്, വത്തക്ക, 4 ടൈപ്പ് ഫ്രൂട്ട്സ്, 2 ടൈപ്പ് വെള്ളം, പിന്നെ നമുക്ക് എന്ത് ഫ്രൂട്ട് സലാഡ്, മറ്റേ സൂപ്പ്, പിന്നെ ഇനി ഒന്ന് മാരിപ്പി കൂടി നിസ്കരിച്ച ആരും പോയി ഇവിടുന്ന് ആരും പോയിരുന്നു.
അനസേ അന്റെ പൂച്ച ഇജാണ് പൂച്ചന്റെ ആള് ചെല്ല 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 ചെല്ലേ അതില് വേറെ വർത്താനൊന്നുമില്ല അതും കൂടി പൊന്നാച്ച കോമ്പോ ഏതാണ് കോമ്പോ ഈത്തപ്പഴം കൊഴിച്ചാണ് ഗൈസ് ഈത്തപ്പഴം കൊഴിച്ചാറും എങ്ങനെ ഞാല് നോമ്പ് ആരടി പോയിച്ചില്ല ഇതുവരെ നോമ്പ് ഇറങ്ങണ്ടേ നോമ്പർ അടിപൊളി പൊയില് വള്ളം പൂച്ച സീനല്ലേ സീനാണ് ഞാൻ പറഞ്ഞത് അത് വഴി ചേച്ചു